പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. അനുദിനം ഞങ്ങളെ പോറ്റി പുലർത്തുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ ധ്യാന നിമിഷത്തിൽ ഞങ്ങൾ എൻ്റെ തിരുവചനം കേൾക്കുവാനായി, പഠിക്കുവാനായി, ധ്യാനിക്കുവാനായി തിരുസന്നിധിയിൽ നിൽക്കുന്നു. നിന്റെ വചനത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിന്റെ മഹാകൃപയെ അനുഭവിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ഈ ധ്യാനത്തിലൂടെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ്. എന്നെ വിടുക, ഉഷസുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആമേൻ. ഈ വചനം ഒരു സാധാരണ വാക്യമല്ല. ഇതൊരു മനുഷ്യൻ്റെ ദൈവത്തോടുള്ള പോരാട്ടത്തിൻ്റെ, പിടിച്ചുനിൽപ്പിൻ്റെ, വിശ്വാസത്തിൻ്റെ ഉയർന്ന സ്ഥാനമാണ്. അതാണ് ഈ വാക്യത്തിലൂടെ നാം ആദ്യം മനസ്സിലാക്കേണ്ടുന്ന വലിയ സത്യം. യാക്കോബ് ഒരു സാധാരണ മനുഷ്യൻ. പാപങ്ങളും പരാജയങ്ങളും ഭാരങ്ങളും ഭയങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ഒരു രാത്രി അവൻ ദൈവത്തോട് പൊരുതി. ഒരു കുറ്റാക്കൂരിരുട്ടിൻ്റെ രാത്രിയിൽ ഒരു ദൈവ അനുഭവം അവനുണ്ടായി. യാക്കോബിൻ്റെ ഈ അനുഭവം രാത്രിയുടെ യാമങ്ങളിലാണ് നടക്കുന്നത്. കുറ്റാക്കൂരിരുട്ട് സ്പഷ്ടമായി മുൻപിൽ നിൽക്കുന്നത്, ഒന്നും തന്നെ കാണുവാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട്. ഭയം അവൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ച് ഉലച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം രാത്രികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലേ? പ്രശ്നങ്ങളുടെ കൂരിരുട്ട്, രോഗത്തിൻ്റെ ഇരുട്ട്, സാമ്പത്തിക പ്രതിസന്ധികൾ നിറഞ്ഞ ഇരുട്ട്, ബന്ധങ്ങളുടെ തകർച്ചകളാൽ ഭാരപ്പെടുന്ന ഇരുട്ടിൻ്റെ രാത്രികൾ. ഈ ഇരുളു നിറഞ്ഞ രാത്രികളിൽ നാം പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, ദൈവമേ നീ എവിടെയാണ്? പക്ഷെ ഇന്നത്തെ ഈ ധ്യാന തിരുവചനം നമ്മോട് പറയുന്നു, ദൈവം നമ്മെ വിട്ടുപോയിട്ടില്ല. അവൻ നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പോരാടുകയാണ്. അപ്പോൾ നമുക്ക് യാക്കോബിനെ പോലെ പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസം ആവശ്യമാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു നിശ്ചയമാണ്, ഒരു ആത്മീയ ധൈര്യമാണ്. പ്രിയ ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? 1-2 തവണ നാം ദൈവത്തോട് ചോദിച്ചു നിർത്തുന്നു. മറുപടി ഉടനെ ലഭിക്കാതെ പോയാൽ അത് വിടുന്നു. അങ്ങനെയല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ? പക്ഷെ യാക്കോബ് അങ്ങനെ ചെയ്തില്ല. പ്രിയ ദൈവമക്കളെ, അവൻ ചെയ്തതെന്തെന്നറിയാമോ? അവൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന. വിശ്രമമില്ലാത്ത നിരന്തരമായ പ്രാർത്ഥന. അനുഗ്രഹം ലഭിക്കുന്നതിന് മുൻപ് ചില വേദനകൾ, ചില മുറിവുകൾ, ചില പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇവിടെ യാക്കോബിനും പോരാട്ടത്തിന്റെ നടുവിൽ ഒരു വേദനയുണ്ടായി. യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അസഹനീയമായ വേദനയുടെ അനുഭവം അവനിലുമുണ്ടായി. അതെ, ദൈവം അനുഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. അവൻ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ അവൻ ശോധന ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, ചിലപ്പോൾ നമ്മുടെ അഭിമാനം തകർന്നു പോകും. ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ തകരും. നമ്മുടെ സ്വഭാവം മാറ്റപ്പെടും. എന്നാൽ ഇതിൻ്റെ എല്ലാം കാരണം ഒന്നാണ്, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറാക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, ഉഷസുദിക്കുമ്പോൾ അനുഗ്രഹം യാക്കോബിന് ലഭിച്ചു. അനുഗ്രഹം പകൽ പോലെ വെളിച്ചമുള്ളതായി മാറുകയാണ്. ഇവിടെ ഒരു വലിയ ആത്മീയ സന്ദേശമുണ്ട്. രാത്രി ഇരുട്ട് എപ്പോഴും നീണ്ടു നിൽക്കില്ല. ദൈവത്തിന്റെ സമയത്ത് പുലരി വരും.
ഉഷസ്സുദിക്കും, അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ ഉഷസ്സിനായി നാം പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. ഇരുട്ട്, നിന്റെയും എന്റെയും ജീവിതത്തിലെ ഇരുട്ട് നിറഞ്ഞ കാലങ്ങൾ, സമയങ്ങൾ, അനുഭവങ്ങൾ, അവയെല്ലാം വെളിച്ചമായി മാറും. വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുക. ഈ തിരുവചനത്തിൽ യാക്കോബിൽ നിന്ന് ഒരു വലിയ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. അതെന്താണെന്നറിയാമോ? പ്രാർത്ഥനയിൽ തന്നെ പിടിച്ചു നിൽക്കുക. ദൈവത്തെ വിട്ടുകളയരുത്. എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടായാലും വിശ്വാസം കൈവിടരുത്. അനുഗ്രഹം ലഭിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇന്നേ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, യാക്കോബിനെ പോലെ നിന്നിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസം ഏത് പ്രതിസന്ധികളിലും, എത്ര വലിയ വേദനകളുടെ മധ്യത്തിലും ആ വിശ്വാസത്തിൽ തന്നെ അഭയപ്പെടുവാൻ തക്കവണ്ണം തമ്പുരാനെ അടിയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകളിൽ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതുവരെ നിന്നെ വിട്ടുകളയാത്തൊരു ആത്മീയ ധൈര്യം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.